ഓട്ടോലെക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കുറച്ചധികം വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ കിട്ടിയ നല്ലൊരു ദിവസമാണെന്ന്. പോണത് 2011 മുതൽ 2016 വരെയുള്ള നമ്മുടെ പുതിയ സ്റ്റോക്കുകളാണ് നമ്മളിവിടെ നിന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണത് 2016 രജിസ്ട്രേഷനിലുള്ള വൈറ്റ് കളർ ഇന്നോവയാണ്. ഇത് റീ രജിസ്ട്രേഷൻ ആയിരുന്നു, മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആയിരുന്നു. എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞ് നിലവിൽ ചാലക്കുടി രജിസ്ട്രേഷനിൽ കേരള നമ്പറിൽ വണ്ടി നിൽക്കുന്നു. 7 സീറ്റർ വണ്ടി, അതുപോലെ തന്നെ ഇൻ്റർകൂളർ എഞ്ചിൻ, ABS എയർ ബാഗ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, എല്ലാ കാര്യങ്ങളും വാലിഡാണ്. വണ്ടി വിലയായിട്ട് നമ്മൾ പറയുന്നത് 10,10,000 രൂപയാണ് ഫൈനൽ വിലയായിട്ട് ഈ വണ്ടിക്ക് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഫിനാൻസ് സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഈ വീഡിയോൻ്റെ താഴെ നമുക്ക് ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത വണ്ടി 2016 തന്നെ, നിലവിൽ 2016 രജിസ്ട്രേഷനിൽ വൈറ്റ് കളറിൽ നിൽക്കുന്ന 4 വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ടാക്സിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺവേർട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ 2016 രജിസ്ട്രേഷനിൽ ഈ വണ്ടി വില വരുന്നത് 10,65,000 രൂപയാണ് ഈ വണ്ടിക്ക് നമുക്ക് വില വരുന്നത്. അപ്പം നമ്മുടെ അടുത്ത വാഹനം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിൽ 4 വണ്ടികളാണ് 2016 നിൽക്കുന്നത്. വൈറ്റ് കളറിൽ തന്നെ 2016 നിലവിൽ NOC വന്നിട്ടുണ്ട് വണ്ടിയുടെ. MH രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. നമ്മൾ നിലവിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് NOC വന്ന് KL45ലേക്കുള്ള NOC വന്ന് എല്ലാ പേപ്പറുകളും റെഡി എടുക്കണമാണ്. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈയോടെ ഫിനാൻസിന് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ റെഡി പേയ്മെൻറ്റ് വേണമെങ്കിൽ റെഡി പേയ്മെൻറ്റ് ചെയ്യാം. 1,30,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടി വിലയായിട്ട് നമ്മൾ പറയണത് 10,65,000 രൂപയാണ്. വണ്ടി കസ്റ്റമറുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഓൺ റോഡ് പൈസ, അതായത് ഇൻഷുറൻസ് അടക്കമുള്ള വില എല്ലാ വണ്ടികൾക്കും. ഇപ്പോൾ ഇൻഷുറൻസ് ഉള്ള വണ്ടികൾക്കല്ല പറയുന്നത്, ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ, അതായത് ചിലപ്പോൾ ബോംബെ ഇൻഷുറൻസ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കേരള ഇൻഷുറൻസ് നിലവിൽ പുതിയത് എടുത്തു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് നിലവിൽ വണ്ടിക്ക് നമ്മൾ ഇൻഷുറൻസ് എടുക്കാത്തതാണ്. അപ്പോൾ നിലവിലൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഡെലിവറി കൊടുക്കണമെന്ന് മുതൽ 1 വർഷം വരെ വണ്ടിക്ക് നമുക്ക് ഇൻഷുറൻസ് അടക്കം നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഫിനാൻസ് നമുക്കൊരു 80-85% നമുക്ക് ഈ വണ്ടിക്ക് ഫിനാൻസ് കൊടുക്കാൻ സാധിക്കും. ഒരു 2-2.5 ലക്ഷം രൂപ ഒക്കെ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റമറാണെങ്കിൽ 100% നമുക്ക് ഫിനാൻസ് നമുക്ക് ഈ വാഹനത്തിന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് വീണ്ടും 2016 തന്നെ, 2016 വൈറ്റ് കളർ ഇന്നോവ തന്നെയാണ് വന്നത്. 1,98,000 കിലോമീറ്റർ നിലവിൽ ഓടിയിരിക്കുന്ന വാഹനമാണ്. ഇൻ്റർകൂളർ എഞ്ചിൻ, അതുപോലെ തന്നെ ABS എയർ ബാഗ്, അതുപോലെ തന്നെ 7 സീറ്റർ വാഹനമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 80-85% നമുക്ക് ഫിനാൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. UK രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനമാണ്. നിലവിൽ നമുക്ക് UK രജിസ്ട്രേഷൻ നമുക്ക് കേരളത്തിലേക്കുള്ള NOC ഓൾറെഡി നമുക്ക് റെഡി ആയിക്കണതാണ്. കസ്റ്റമർ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ ഫാൻസി നമ്പർ വേണമെങ്കിൽ ഫാൻസി നമ്പർ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ രജിസ്റ്റർ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും.
വണ്ടി വിലയായിട്ട് നമ്മൾ പറയണത് 8,85,000 രൂപയാണ് നമുക്ക് വണ്ടി വിലയായിട്ട് നമ്മൾ പറയണത്. നെഗോഷ്യബിൾ ആണ്. വണ്ടി വന്ന് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കസ്റ്റമറായിട്ട് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമുക്ക് കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് 2013 രജിസ്ട്രേഷനിലുള്ള വി മോഡൽ വണ്ടിയാണ്. സിൽവർ കളറ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി നിൽക്കുന്നത്. 1,70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. അതുപോലെ സീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട്. NOC ഓൾറെഡി ചാലക്കുടിക്ക് വന്നിരിക്കുന്നതാണ്. നമുക്ക് ഫാൻസി നമ്പർ എടുക്കണമെങ്കിൽ ഫാൻസി നമ്പർ എടുക്കാം, അല്ലെങ്കിൽ നോർമൽ നമ്പർ എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ എല്ലാ വണ്ടികൾക്കും ഒരു 80% നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻഷുറൻസ് നമുക്ക് കസ്റ്റമർക്ക് വണ്ടി ഡെലിവറി എടുക്കുന്ന സമയത്ത് ഇതുവരെ നമുക്ക് ഇൻഷുറൻസിൻ്റെ എടുക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഏകദേശം നമുക്കൊരു 8.5-9 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കും. വണ്ടി വിലയായിട്ട് നമ്മൾ പറയണത് 9 ലക്ഷം രൂപയാണ് വണ്ടി വിലയായിട്ട് പറയുന്നത്. തന്നെ രജിസ്ട്രേഷനിൽ വരുന്ന G4 വണ്ടി. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് വി മോഡലാണ്. ഇത് G4 വണ്ടിയാണ്. ഗ്രേ കളറിൽ നിൽക്കുന്നു. ഇത് 8 സീറ്റ് വണ്ടിയാണ്. ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ വരുന്നത് 7 സീറ്റാണ്. ഈ ഒരു വണ്ടി മാത്രമാണ് നമ്മുടെ 8 സീറ്റ് വണ്ടി നിൽക്കുന്നത്. ഗ്രേ കളറിലുള്ള വണ്ടിയാണ്. വണ്ടി വിലയായിട്ട് വരുന്നത് 8,15,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം. ഇൻഷുറൻസ് കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് ഈ വാഹനത്തിലുള്ളതാണ്. ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 ലക്ഷം രൂപ വരെ നമുക്ക് മാക്സിമം ഈ വാഹനത്തിൽ നമുക്ക് ഫിനാൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ UP രജിസ്ട്രേഷനിൽ നിൽക്കുന്നു. 2013 തന്നെ സിൽവർ കളർ വണ്ടി. ഇത് നേരത്തെ വണ്ടി പോലെ തന്നെ G4 വണ്ടിയാണ്. വണ്ടി വിലയായിട്ട് നമ്മൾ പറയണത് 8,15,000 രൂപയാണ് വണ്ടി വില പറയുന്നത്. നെഗോഷ്യബിൾ ആണ്. നിലവിൽ NOC നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർക്ക് NOC കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NOC എടുക്കാണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമറുടെ പേരിലേക്ക് വേണമെങ്കിൽ നമുക്ക് NOC എടുക്കാം. അല്ല കസ്റ്റമർ പറയുകയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കസ്റ്റമറുടെ പേരിലേക്ക് ഫുള്ള് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതിയെന്നുണ്ടെങ്കിൽ 100% അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80-85% നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ സീറ്റ് കാര്യങ്ങളെല്ലാം 7 സീറ്റ് വണ്ടിയാണ്. നല്ലൊരു വാഹനം. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി 2012 രജിസ്ട്രേഷനിൽ സിൽക്കി ഗോൾഡ് വണ്ടിയാണ് നിൽക്കുന്നത്. 1,80,000 കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടി വിലയായിട്ട് നമ്മൾ പറയുന്നത് 7,25,000 രൂപയാണ് വണ്ടി വില പറയണത്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഇൻഷുറൻസ് കാര്യങ്ങൾ നിലവിൽ വണ്ടിക്ക് എടുത്തേക്കണതാണ്. അതുപോലെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് ചെയ്തേക്കണതാണ്. ഫിനാൻസ് വേണമെങ്കിൽ കസ്റ്റമർക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് 2012 രജിസ്ട്രേഷനിൽ ഗ്രേ കളറിലുള്ള വണ്ടിയാണ്. വണ്ടി വിലയായിട്ട് നമ്മൾ പറയുന്നത് 7 ലക്ഷം. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെയിൻറ്റിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സീറ്റ് കവർ, 7 സീറ്റർ വാഹനം, ഇൻ്റർകൂളർ എഞ്ചിൻ, എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണം. നല്ലൊരു വാഹനമാണ്. 2012 ഗ്രേ കളർ വണ്ടി.
അപ്പം നമ്മുടെ ഇത്രയും ഇന്നോവകളുടെ ഇടയിൽ ഒരു എക്സ്ചേഞ്ച് വന്നൊരു വണ്ടിയാണ് 2013 രജിസ്ട്രേഷനുള്ള ഒരു വാഗണർ, റെഡ് കളറ് VXI വാഗണർ, ടോപ്പ് ലോഡ് വണ്ടി. 2,75,000 രൂപ വണ്ടി വിലയായിട്ട് പറയുന്നു. ഫിനാൻസ് വേണമെങ്കിൽ കസ്റ്റമർക്ക് നമുക്ക് ഫിനാൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ടയർ ഭാഗങ്ങളും അതുപോലെ തന്നെ മെക്കാനിക് ഭാഗങ്ങളൊക്കെ ഫുൾ ഫിറ്റ്, നല്ല വണ്ടി. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് വണ്ടി. ഇത് 2011 രജിസ്ട്രേഷനിൽ നിൽക്കുന്നതാണ്. ഈ വണ്ടി നമ്മളൊരു എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. 2016 വണ്ടിയായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തതാണ്. ഇത് 2011 വണ്ടി. ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയാണ്, ഇൻ്റർകൂളർ എഞ്ചിനാണ്, 7 സീറ്റർ വണ്ടി. അപ്പോൾ വണ്ടി വിലയായിട്ട് നമ്മൾ ഫൈനൽ വില 5.5 ലക്ഷം രൂപ, 2011 ന്യൂ ഷേപ്പ് വണ്ടി. നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ലോങ്ങിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ്, അതായത് ഇപ്പോൾ നമുക്ക് പത്തനംതിട്ട, അതുപോലെ തന്നെ ട്രിവാൻഡ്രം, വയനാട് എന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫിനാൻസ് കൺഫേം ആയിട്ട് നമുക്ക് വന്നാൽ മതിയോ എന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക. ഓഫീസ് നമ്പറിൽ, പോളേട്ടൻ എന്ന് പറഞ്ഞ നമ്പറിലല്ല, ഓഫീസ് നമ്പറിൽ ലാസ്റ്റ് 35 എന്ന് പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എല്ലാ വണ്ടികളുടെയും ഒരു ലിങ്ക് വരും നിങ്ങൾക്ക്. ആ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിലവിലുള്ള വണ്ടികളുടെ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം കിട്ടും. അതുപോലെ ഫിനാൻസ് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇനി നമുക്ക് കൂടുതൽ ഫിനാൻസ് കാര്യങ്ങൾ അറിയാനായിട്ട് ജസ്റ്റ് നമുക്ക് ആരാണോ അപ്ലൈ ചെയ്യുന്നത്, അതായത് ആപ്ലിക്കൻറ്റിൻ്റെ പേരിലുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി, അത് നമ്മുടെ അല്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ കസിൻസിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ അനിയൻ്റെയോ ആരെങ്കിലും മതി. അതുപോലെ തന്നെ വീടിൻ്റെ ഒരു ഫോട്ടോ. അങ്ങനെ 5 കാര്യങ്ങൾ നമുക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടെ നിന്ന് ഫോളോ ചെയ്ത് കസ്റ്റമർക്ക് ഫിനാൻസ് എത്ര ഫിനാൻസ് ചെയ്യാൻ പറ്റും, മന്ത്ലി എത്ര മാസം കിട്ടും, ഒരു മാസം എത്ര അടയ്ക്കേണ്ടി വരും, അങ്ങനത്തെ ഉള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വന്ന് വണ്ടി കണ്ടാൽ മതി. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് നമുക്ക് ഫിനാൻസിൻ്റെ കാര്യങ്ങളായില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാലക്കുടി മുരുങ്ങൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. അതുപോലെ തന്നെ ക്ലേ ഹൗസ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ.